ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ. ഞാൻ അബ്രോഡ് പോയി പഠിച്ച, അതായത് ചൈനയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് അല്ല, ബട്ട് ഞാൻ ഡൽഹിയിൽ 1.5 year വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നീറ്റ് എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് എൻക്വയറീസ് എനിക്ക് പേഴ്സണലി മെസ്സേജസ് ആയിട്ട് വരാറുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് ഇതിനെപ്പറ്റി, എങ്ങനെയാണ് ചേച്ചി ഞാനും പോയി പഠിക്കട്ടെ, പുറത്തെങ്ങനെയാണ് പോയി പഠിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ എങ്ങനെയാണ് ഇത് നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ എല്ലാവരുടെയും ക്വയറീസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ഇതൊരു പോഡ്കാസ്റ്റായിട്ട് ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടേഴ്സ്, അവരിൽ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും ഉണ്ട്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും ഉണ്ട്, മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ പേരൻസും ഉണ്ട്. അപ്പം അവരോട് നിങ്ങളിൽ ഒരാളായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ക്വയറീസ് ഞാൻ ചോദിക്കുന്നതായിരിക്കും. വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡോക്ടർ സ്റ്റീവിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം ഡോക്ടർ സ്റ്റീവ്. അപ്പോൾ എനിക്ക് ചോദിച്ചറിയാനുള്ളത്, ഇപ്പം കറണ്ട് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ എത്ര ലക്ഷം കുട്ടികൾ ഈ എക്സാം അപ്പിയർ ചെയ്തു ഒരു വർഷം? എത്ര സീറ്റ്സുകൾ ഗവൺമെൻറ്റിനുണ്ട്, പ്രൈവറ്റിനുണ്ട്? അതെങ്ങനെ നമുക്ക് കിട്ടും? റാങ്ക് വൈസ് എങ്ങനെയൊക്കെ ഏതൊക്കെ ഓർഡറിൽ കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ ഏകദേശം ഒരു 24 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം നീറ്റ് എഴുതുന്നുണ്ട്. ഇതിനകത്ത് ഒരു 1,20,000-ഓളം സീറ്റ് നമ്മുടെ ഇന്ത്യയിൽ പ്രൈവറ്റും ഗവൺമെൻറ്റും ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ആകെ ഇന്ത്യയിൽ 1,20,000 സീറ്റ്സുകളാണ് ഉള്ളത്. അതെ അതെ, കറക്റ്റ്. ബട്ട് 24 ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട്. 1,20,000 സീറ്റും 24 ലക്ഷം കുട്ടികളും. അപ്പൊ തന്നെ അത് എത്രമാത്രം ടഫാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും കുട്ടികളുള്ളതിനകത്ത് 24 ലക്ഷം, ഈ 1/20 എന്നുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒന്നാക്കാം. അപ്പോൾ 24 ലക്ഷം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് 1 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇന്ത്യയിൽ പ്രൈവറ്റിലും ഗവൺമെൻറ്റിലുമായിട്ട് സീറ്റ് കിട്ടും. ബാക്കി ഒരു 23 ലക്ഷത്തോളം കുട്ടികൾക്ക് അക്കൊല്ലം ഇന്ത്യയിൽ MBBS സീറ്റില്ല. അത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബാക്കി വരുന്ന 23 ലക്ഷത്തിനകത്ത് ഏകദേശം ഒരു 50,000-ഓളം കുട്ടികൾ വിദേശത്ത് MBBSന് പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 22.5 ലക്ഷത്തോളം കുട്ടികൾ അവിടെ പിന്നെയും ബാലൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ കുറേ പേര് ഇവിടെ തന്നെ ഹോമിയോ അല്ലെങ്കിൽ ഡെൻ്റൽ അല്ലെങ്കിൽ വെറ്റിനറി, ആയുർവേദ അങ്ങനെ കുറേ പേര് പോകും. കാരണം അവർക്ക് അതിൽ കുറേ പേര് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്. കുറച്ച് പേർക്കെന്ന് പറയുന്നത് ഡോക്ടർ എന്നുള്ളൊരു പേരിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി ചിലപ്പം മെഡിസിൻ ആയിരിക്കും ആഗ്രഹിച്ചത്, അലോപ്പതി ആയിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അത് കിട്ടാത്തത് കൊണ്ട് അവർ പിന്നെ ഇതിനകത്തേക്ക് അത് സാക്രിഫൈസ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. രണ്ട് കാറ്റഗറിയുണ്ട്. കാരണം ഞാനത് വെറുതെ പറഞ്ഞതല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന ചില ആളുകൾ ഞാൻ എന്തുകൊണ്ട് ഇതെടുത്തു എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഇതെടുത്തു എന്ന് പറഞ്ഞവർ എനിക്കറിയാം പേഴ്സണലി. പക്ഷേ ഇത്രയും പേർക്ക് അറ്റ്ലീസ്റ്റ് ഡോക്ടർ എന്ന് പറയുന്ന ഫീൽഡിലെത്താൻ പറ്റി. പിന്നെയുള്ള കുറച്ച് കാറ്റഗറി അവർക്ക് ഒരിക്കലും ഇനി വിദേശത്താണെങ്കിലും ഇന്ത്യക്കകത്താണെങ്കിലും ഡോക്ടറാകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ പിന്നെ എന്തെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് എടുക്കുന്നതാണ് സാധാരണ കാണാറ്. ഇപ്പോൾ നഴ്സിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഫാർമസിയുടെ സംഭവങ്ങളോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് അവർ മെഡിക്കൽ ഫീൽഡിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യും. ഇതും കിട്ടാത്ത ആളുകളുണ്ട്. അവരാണ് ഭൂരിപക്ഷം. ഒരു 20-21 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷം ആളുകളും മെഡിക്കലുമായി യാതൊരു ബന്ധമില്ലാത്തൊരു കോഴ്സ് എടുത്തിട്ട് അവരവരുടെ ജീവിതം ടോട്ടലി മാറ്റിപ്പോവും. ഇതാണ് നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞു 1,20,000 സീറ്റ്സുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഗവൺമെന്റിലും പ്രൈവറ്റിലും ഒക്കെ. അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ? എത്ര റാങ്ക് വന്നു, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ബേസ്ഡ് ആയിട്ടാണ് ഈ ഇത്രയും സീറ്റുകൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്നുള്ളത്? ആക്ച്വലി ഇന്ത്യയിൽ ഈ പറയുന്ന 1 ലക്ഷം അല്ലെങ്കിൽ 1,20,000 സീറ്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഗവൺമെൻറ്, മറ്റൊന്ന് പ്രൈവറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് മെറിറ്റ് ആയിട്ട് പോകുന്നതാണ്. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, എക്സ്പെൻസ് കുറവാണ്. ഓൾമോസ്റ്റ് നിസ്സാര എക്സ്പെൻസിൽ കാര്യങ്ങൾ തീരും. അത് ഗവൺമെൻറ് സീറ്റ്. അതിപ്പോൾ കേരളത്തിലാണെങ്കിൽ എത്ര നമ്പേഴ്സിൽ? കേരളത്തിൽ ഏകദേശം ഒരു 5,000 സീറ്റോളം ഉണ്ട്. ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടി മെഡിക്കൽ കോളേജ് സീറ്റുകളുണ്ട്. MBBS സീറ്റ് കേരളത്തിൽ ആകെ 5,000 സീറ്റ്സേ ഉള്ളൂ. ആ 5,000 സീറ്റിനകത്ത് ഒരു 1,700-ഓളം ഗവൺമെൻറ് സീറ്റാണ്. ഇതെല്ലാം അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഏകദേശ കണക്കാണ് നമ്മൾ പറയുന്നത്. 5,000 സീറ്റോളം ടോട്ടൽ MBBS സീറ്റുണ്ട് കേരളത്തിൽ. അതിനകത്ത് ഒരു 1,700-ഓളം സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സീറ്റാണ്. ബാക്കി മൊത്തം പ്രൈവറ്റാണ്. ഈ പ്രൈവറ്റിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കും. അതിനകത്ത് ഒരു വിഭാഗം എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് ആണ്. ആ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1,500-ഓളം സീറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസിങ്. അപ്പോൾ അവർ നമ്മൾ ക്യാഷ് മറ്റ് ഗവൺമെൻറ് സീറ്റ് പോലെയല്ല, കുറച്ചും കൂടി ഫീസ് കൊടുക്കണം. പിന്നെ എക്സാം എഴുതി നമ്മൾ വരുന്ന റാങ്ക് അനുസരിച്ചാണ് ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് പോകുന്നത്. കറക്റ്റ്. അതായത് ഇപ്പോൾ നല്ല റാങ്കുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ 1,700-ഓളം സീറ്റ് കിട്ടും.
ബാക്കി ബെസ്റ്റ് റാങ്കുള്ള കുട്ടികൾക്ക് പ്രൈവറ്റ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ സീറ്റ് കൊടുക്കും. അപ്പോൾ അവർ ഏകദേശം ഒരു 8 മുതൽ 9 ലക്ഷത്തോളം വർഷം ഫീസ് അവർ അടയ്ക്കണം, ഒരു വർഷം. പിന്നെ ബുക്ക്, താമസം, ഹോസ്റ്റലൊക്കെ വേറെ വരും, എക്സ്ട്രാ വരും. ഇത് ഫീസ്, ട്യൂഷൻ ഫീസ് മാത്രം ഇത്രയും കൊടുക്കണം. റാങ്ക് കിട്ടണം. റാങ്ക് കിട്ടാതെ ഇത് കിട്ടൂല. അതിനുശേഷം ഞാൻ ഇതെല്ലാം പറയുന്നത് പറഞ്ഞ 1 ലക്ഷത്തിൻ്റെ അകത്തുള്ള കണക്കാണ്. അതിനകത്ത് 1700ഓളം കുട്ടികൾക്ക് ഈ കേരളത്തിൽ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കാം. ബാക്കി ഒരു 1500ഓളം കുട്ടികൾക്ക് പ്രൈവറ്റിനകത്ത് സെൽഫ് ഫിനാൻസിങ് ആയിട്ട് 8 മുതൽ 9 ലക്ഷം രൂപ പെർ ഇയർ ഫീസ് കൊടുത്തവർക്ക് പഠിക്കാം. 1500 സീറ്റുകൾ അതെന്ന് പറയുന്നത് പ്രൈവറ്റിന്റെ മാനേജ്മെന്റ് സീറ്റാണ്. മാനേജ്മെന്റ് ആൻഡ് NRI എന്ന് പറയും. അതിനൊരു ചെറിയ മാനദണ്ഡമുണ്ട്. അതായത് NRIക്ക് ഏകദേശം ഒരു 22 ലക്ഷത്തോളം പെർ ഇയർ ഫീസ് വരും. 22 ലക്ഷത്തിലേക്ക് മാറിയപ്പോൾ 22 ലക്ഷത്തോളം വരും. അതായത് പെർ ഇയർ ആണ് ഫീസ്. അപ്പോൾ ഒരു 80-90 ലക്ഷം രൂപയോളം ഫീസ് മാത്രം. പിന്നെ അവിടെ ഫീസ് അല്ല പ്രധാനം, അവിടെ ക്യാപിറ്റേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എത്ര കൊടുത്ത ആ സീറ്റ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അത്രമേൽ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് വില പേശി നിൽക്കുമ്പം അവിടെ ഗവൺമെൻറ്റിൽ വരുന്ന മാർക്ക് വലിയ വിഷയമല്ല. ആ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നതിനകത്ത് നീറ്റ് ക്വാളിഫൈ ആണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബാക്കി അവിടെ സംസാരിക്കുന്നത് ക്യാഷ് ആയിരിക്കും. നിങ്ങൾ എത്ര ഡൊണേഷൻ കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും നല്ല സീറ്റ് അത്രയും നല്ല കോളേജിൽ കിട്ടും. ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഗവൺമെന്റിലാകുമ്പോൾ നമുക്ക് തുച്ഛമായ ഫീസിൽ പഠിച്ചാൽ അപ്പം അങ്ങനെ കിട്ടുന്നത് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അങ്ങനെ ആണ് റാങ്ക് ഹോൾഡ് ചെയ്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്പം തന്നെ ഗ്രാബ് ചെയ്യാന്നുള്ളതാണ് ഫൈനൽ ഡിസിഷൻ, ബെസ്റ്റ് ആൻസർ. അതെ. ഇപ്പോൾ ഡോക്ടർ സ്റ്റീവ് പറഞ്ഞു ഒരു 50,000 നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ് പോയി പഠിക്കുന്നുണ്ടെന്ന്. എങ്കിൽ പിന്നെ ഇത്രയും ഫീസ് കൊടുത്ത് ഇവിടെ പഠിക്കുന്നത് ഇത്രയും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നമ്പർ ബിഗർ ആവുന്നില്ല? അതിൽ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ആളുകളുടെ ഒരു അറിവില്ലായ്മയാണ്. പണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ 2010 ശേഷം വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗ്രൂപ്പായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ ബാച്ചുകളൊക്കെ ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തി. FMG ഇവിടെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, ലൈസൻസിങ് എക്സാമിനേഷൻ. അത് പാസ്സായിട്ട് ഇവിടെ അവർ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഹോസ്പിറ്റലും വർക്ക് ചെയ്യാൻ കയറിയപ്പോഴാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരുപാട് തെറ്റിദ്ധാരണ മാറിയത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പക്ഷേ വേറെ പ്രശ്നത്തിൽ പുറത്തും സീറ്റുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു കോളേജിൽ ഇത്ര സീറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മാത്രമല്ല നീറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് ഇപ്പം കറന്റ് പുറത്ത് പോകാൻ പറ്റും, പക്ഷെ പുറത്ത് പോകുന്നതിന് തെറ്റില്ല, നീറ്റില്ലാതെ നമുക്ക് പോകാം. പക്ഷെ ഒരിക്കലും തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതി ഇന്റേൺഷിപ്പ് ചെയ്ത് ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർ നീറ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ലാബൊക്കെ എഴുതി മറ്റു രാജ്യങ്ങളിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ അവർക്ക്? പറയുന്നുണ്ടെങ്കിലും ഇന്നേ വരെ നീറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ഒരാള് എങ്ങനെയാണല്ലേ? ഇപ്പൊ നാളെ അവരുടെ തലയിൽ പുതിയ റൂൾസ് ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഞാനധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നീറ്റ് ക്വാളിഫൈ ആയി വിദേശത്ത് പോയി നിങ്ങൾ ആ ബിരുദം കരസ്ഥമാക്കി വന്ന് ഇവിടുത്തെ എക്സാമിനേഷൻ പാസ്സായി ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത് ഇവിടുത്തെ ലൈസൻസോടുകൂടി വർക്ക് ചെയ്യുന്നതാണ് സേഫ്റ്റി. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, താങ്ക് യു. നമസ്കാരം ഡോക്ടർ ശീതൽ. ശീതൽ എവിടെയാണ് പഠിച്ചത്? ശീതലിൻ്റെ ഒരു MBBS ജേർണി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയോ? ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് പഠിച്ചത്. ഞാൻ +2 ശേഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ കോഴ്സിലേക്ക് വന്നത്. അത്രയും ഇഷ്ടപ്പെട്ട് വന്നതാണ്. ചെറുപ്പം മുതലേ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച് തന്നെ പഠിച്ച് അങ്ങനെ വന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്റേൺഷിപ്പും എല്ലാം അവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു നല്ലൊരു റാങ്ക് സെക്യൂർ ചെയ്തിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ച് തീർത്ത് ഒരു ഡോക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണം കാരണം അല്ലേ? അപ്പോൾ ഇപ്പം നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കുറേ പേർക്കൊക്കെ ഡോക്ടർ ശീതലിനെ പോലെ ആഗ്രഹിച്ച പോലെ പഠിച്ച് വരാനൊക്കെ പറ്റിയിട്ടുണ്ട്. ബാക്കി കുറേ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ലൈക്ക് എന്താണ് ഡോക്ടർ ശീതൽ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നാട്ടിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ട് അത് ചൂസ് ചെയ്യുക. കാരണം നമുക്ക് ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളതുപോലെ കേസൊന്നും നമുക്ക് പുറത്ത് പോയാലും ആണെങ്കിൽ തന്നെ നമുക്കത് കുറവാണ്. എന്നുവെച്ചാൽ പുറത്ത് പോയെന്ന് കൊണ്ട് നമുക്ക് ആ ചാൻസ് കളയാനും പറ്റില്ല. ഓക്കെ. അപ്പോൾ നാട്ടിൽ പഠിക്കുക, പിന്നെ അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുക. അത് നമ്മൾ മാക്സിമം ഉള്ള ഒരു എഫേർട്ട് ഇടുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് മാക്സിമം എഫേർട്ട് ഇട്ട് കിട്ടുമെന്നൊരു ചാൻസ് നമുക്ക് കൊടുക്കാം. ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ലൈക്ക് ഒരു ക്ലോസ് ടു റേഞ്ച് വന്നു
അപ്പം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു റേഞ്ചിൽ വരാതെ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ഒക്കെ ഉള്ള ഒരാൾക്ക് സെൽഫ് ഫിനാൻസിങ് അല്ലേ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് അതാണ്. അതിന് വരുന്ന ഒരു കോസ്റ്റ് അല്ലെങ്കിൽ പഠിച്ചിറങ്ങുമ്പം അവരത് എത്രമാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, എത്ര ടൈം അതിന് വേണ്ടി, എത്ര ഇയേഴ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, അവർ നിങ്ങളുമായിട്ട് വർക്കിന് വരുമ്പോൾ എന്താ വ്യത്യാസം. അതേപോലെ പുറത്ത് പോയി പഠിക്കുന്ന വേറൊരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരും കം ടു ലൈക്ക് ഒരു ജോബിന് വരുമ്പം ഈ 3 കാറ്റഗറി, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പഠിച്ചിറങ്ങുന്ന ഒരു ഡോക്ടർ, സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിച്ചിറങ്ങുന്ന ഒരു ഡോക്ടർ, FMG ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, ഇവരുടെ 3 പേരുടെയും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഫസ്റ്റ് തന്നെ ഇവരോട് ക്ലോസ് കോൺടാക്ട് വരുന്നത് നമ്മൾ ഇന്റേൺഷിപ്പ് ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്താണ്. ഈ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ കാരണം എല്ലാവരും അവിടെ നമ്മൾ ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഒക്കെ ഇവരുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് എല്ലാ ഡ്യൂട്ടീസും എടുക്കുന്നതൊക്കെ. നമുക്കിപ്പോൾ 3 കാറ്റഗറീസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നാട്ടിൽ പഠിച്ച ഒരാൾ, അത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും പിന്നെ പുറത്തുനിന്ന് വന്ന FMGs ആണെങ്കിലും, ഇവർ തമ്മിൽ നോളേജിൽ ഒരു വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാനായിട്ട് ഉണ്ടാവത്തില്ല നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും. പക്ഷേ ഉള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമുക്കിപ്പോൾ എന്തായാലും സ്റ്റൈപ്പൻഡ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിൽ നമുക്കും ഉണ്ടാവും, അതേപോലെ സെൽഫ് ഫിനാൻസിങ് പഠിച്ചവർക്കും സ്റ്റൈഫൻഡ് ഉണ്ടാവും, സെൽഫ് ഫിനാൻസിങ്ങിൽ നാട്ടിൽ പഠിച്ചവർക്ക് സ്റ്റൈഫൻഡ് ഉണ്ടാവും, FMGസിന് സ്റ്റൈഫൻഡ് ഉണ്ടാവില്ല, നിസ്സാര തുകയായിട്ട് അല്ലേ? അതെ, ഓക്കെ ഓക്കെ. അതൊരു മേജർ, അതാണ് ഉള്ള ഒരു മേജർ ഡിഫറൻസ് ഉള്ളൂ. പിന്നീട് നമ്മൾ പഠിച്ചിറങ്ങി നമുക്കിപ്പോൾ നമ്മൾ ഡോക്ടറായി ഒഫീഷ്യലി, പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ജോബിലേക്ക് അത് വരുമ്പോഴത്തേക്കും പേ സ്കെയിലാണ് എല്ലാം. അങ്ങനെ FMGസിന് ഡിഫറൻറ്റ്, നാട്ടിൽ പഠിച്ച അങ്ങനെയേ ഇല്ല. ഡോക്ടേഴ്സാണ് ഇന്നേ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് ഇത്ര സാലറി എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഓക്കെ. അപ്പം ആ ഒരു സ്റ്റേജ്, അതായത് ഹൗസ് സർജൻസി ചെയ്യുന്ന സ്റ്റേജിൽ മാത്രമേ ചെറിയ സ്റ്റൈഫൻഡിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസിയേഷനേ ഉള്ളൂ. അതല്ലാതെ എല്ലാവരും രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈക്വൽ പേ ആണ് എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമസ്കാരം. നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മറ്റാരുമല്ല, വടകരയിലെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററാണ്. അതിലുപരി ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുക്കേണ്ടത് പേരൻസ് ആണല്ലേ. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മകളെ ഡോക്ടറായി കണ്ട ഒരു പേരൻ്റ് കൂടിയാണ് സാർ. അപ്പം സാറിനെ പരിചയപ്പെടാം. എൻ്റെ പേര് ഹരിദാസ്. ഞാൻ വടകരയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. റിട്ടയർ ചെയ്തു 2020. അപ്പോൾ സാറിന് 2 മക്കളാണല്ലേ? 2 പെൺകുട്ടികളാണ്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണോ? ഇല്ലില്ല, മൂത്താള് ഡോക്ടറാണ്, രണ്ടാമത്തോളം ബയോമെഡിക്കൽസിന് പഠിക്കുന്ന MSc. നാട്ടിലാണോ മൂത്ത കുട്ടി പഠിച്ചത്? മൂത്ത കുട്ടി മോള് നാട്ടിലാണ് പഠിച്ചത്. ഗവൺമെന്റ് കോളേജിൽ തന്നെ എക്സാം എഴുതി സെൽഫ് ഫൈനാൻസ് കോളേജിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നീറ്റ് എഴുതിയിട്ട് കിട്ടിയതാണ്. നീറ്റ് എഴുതിയിട്ട് കിട്ടി. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് കിട്ടിയതാണോ? ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ +2 കഴിഞ്ഞ ഉടനെ എഴുതിയിരുന്നു. പക്ഷെ അന്ന് സെൽഫ് ഫൈനാൻസ് പോലും കിട്ടിയില്ല. പക്ഷേ ശരിക്കും കിട്ടേണ്ട റാങ്ക് ഉണ്ടായിരുന്നു, എന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ റാങ്ക് ഉണ്ടായിട്ട്? അത് നമ്മളെ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പിന്നെ വേറൊരു കാസ്റ്റിലുള്ള ആളാണ്, ജനറൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് ഹൈ റാങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് മെഡിക്കൽ അങ്ങനെ ആ ഫിൽട്രേഷനിൽ വന്നിട്ട് കിട്ടാതാ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കറന്റ് നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഓക്കെ. അപ്പം മകൾക്ക് നീറ്റ് എക്സാം, എൻട്രൻസ് എക്സാമിൽ എത്ര റാങ്ക് ഒക്കെ കിട്ടിയിരുന്നു ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ? അവൾ റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ആദ്യം കിട്ടിയിരുന്നില്ല, റിപ്പീറ്റ് ചെയ്തു. 1 ഇയർ കോച്ചിങ്ങിന് പോയിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. 1500 കേരളത്തിലെ റാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ നാഷണലിൽ 5000 ആയിരുന്നു റാങ്ക്. നാഷണൽ അവർക്ക് ജോർക്കോട്ട് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയതാണ് ആസാമിൽ. ഓക്കെ. അപ്പം ഇൻ കേസ് നാട്ടിൽ കുട്ടിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്തത്? അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർക്ക് എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുക? ഈ ഒരു കോഴ്സ് മീൻസ് ഡോക്ടർ ആവണമെന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ എന്തായിരിക്കും സാറ് സജസ്റ്റ് ചെയ്യുക? ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരൻസും സ്റ്റുഡൻസും ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായിരിക്കും സാർ സജസ്റ്റ് ചെയ്യുക? എനിക്ക് വർഷങ്ങളായിട്ട് ഒരു ഫാമിലി, എൻ്റെ ഒരു ഡോക്ടറുണ്ട്, വളരെ ക്ലോസ് ആണ്. അയാളൊരു റിലേറ്റീവ് വിദേശത്ത് റഷ്യയിൽ പോയിട്ട് MBBS കഴിഞ്ഞു. പിന്നെ ഈ നാട്ടിൽ തിരിച്ചെത്തി ഇപ്പം MD ഇവിടെ തന്നെ എടുത്തു. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. അപ്പം മോൾക്കെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് വേണമെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു താല്പര്യം ഇവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ചോയ്സ് ഇത് തന്നെയായിരുന്നു. കാരണം ഇന്ത്യനെക്കുറിച്ച് പറയുമ്പോൾ വേറെ ഈ ഒരു കാറ്റഗറിയിൽ MBBS കാറ്റഗറിയിൽ പല തരത്തിലുള്ള സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഹൈ റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടും. പിന്നെ ഒന്നുമില്ല, സെൽഫ് ഫൈനാൻസ് ആണ്. സെൽഫ് ഫൈനാൻസ് തന്നെ 3 കാറ്റഗറിയാണ് അവിടെ വരുന്നത്. സെൽഫ് ഫൈനാൻസിൽ മെറിറ്റിൽ ഉള്ളതുകൊണ്ട്, സെൽഫ് ഫൈനാൻസിൽ മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്, സെൽഫ് ഫൈനാൻസ് NRI ഉണ്ട്. ഈ സെൽഫ് ഫൈനാൻസിൽ നമുക്ക് മെറിറ്റിൽ കിട്ടുമ്പോൾ
വലിയൊരു പൈസ ഇല്ലാത്ത തരത്തിൽ നമുക്ക് താങ്ങാവുന്ന തരത്തിൽ നമുക്കിത് ആ സമയത്ത് അത് കഴിഞ്ഞു പോകുമായിരുന്നു. മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അതെ അത് എൻ്റെ മോളുള്ള സമയത്ത് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അത് മാറി, ആ രീതി ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും മാറിക്കൊണ്ട് ഫീസ് വളരെ കൂട്ടിരിക്കുന്നുണ്ട്. 11.5 ലക്ഷം സുപ്രീം കോടതി കേസ് കുട്ടികൾ അപ്പിയർ ചെയ്യുന്നുണ്ട്. അത്രയും കോമ്പറ്റീഷൻ ആണ്. പിന്നെ മാനേജ്മെന്റ് ക്വാർട്ടറിലാണെങ്കിൽ ഡൊണേഷൻ ഭയങ്കര പൈസ കൊടുക്കണം. അതിന് പുറമെ ഇയർലി ഫീസ് വേറെയും വരും. ഇതിനൊക്കെ അവർക്ക് മെസ് ഫീസും പിന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ വരും. അതെ, ഒരു സാധാരണക്കാരന് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. അപ്പം സെൽഫ് ഫൈനാൻസിൽ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അത് കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ടാണെങ്കിൽ അതെ അഫോർഡബിൾ ആണ്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ പിന്നെ നാഷണൽ കോട്ടയിൽ ആസാമിൽ മോക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിൽ ശരിക്കും ചെറിയൊരു പൈസയെ വേണ്ടു. പക്ഷെ അത് അത്രയും ദൂരം ആയതുകൊണ്ട് അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിട്ടില്ല. കാരണം ഇവിടെ എന്തായാലും കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകാതിരുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും ഇത് എടുക്കുകയാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മോള് ഒരു വർഷം കൂടി ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ആ ഒരു റാങ്ക് കിട്ടിയത് കൊണ്ടാണ് മോളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ പറ്റിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സർ. നമസ്കാരം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായിട്ടുള്ള ഡോക്ടർ സബിൻ ലാൽ ആണ്. അപ്പോൾ സബിൻ്റേതൊരു സ്പെഷ്യൽ ഒരു സക്സസ്ഫുൾ മോട്ടിവേറ്റിംഗ് ഒരു സ്റ്റോറിയാണ് സബിന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്താന്ന് കേൾക്കാം. അപ്പം എന്ത് ചെയ്യുന്നു ഡോക്ടർ സബിൻ ലാൽ ഇപ്പം കറൻ്റ്ലി? ഞാനിപ്പോൾ തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവിൽ കാർഡിയോളജി ആറുമായിട്ട് ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഇതിന് മുമ്പ് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ മുന്നേ ഞാൻ ഇത് MBBS കഴിഞ്ഞു പുറത്ത്. അത് കഴിഞ്ഞത് 2019. അത് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ FMG എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് FMG കോച്ചിങ് നമ്മൾ ഒന്നിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പരിചയം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് സന്തോഷം പങ്കിട്ട ഒരു വ്യക്തികളാണ്. രജിസ്റ്റേർഡ് ഡോക്ടറായിട്ട് ഇപ്പം അവൻ ഇന്ദിരാഗാന്ധിയിൽ വർക്ക് ചെയ്യുന്നു ഡോക്ടർ സബിൻ. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ വന്ന് നിൽക്കുമ്പോൾ ഡോക്ടർ സബിൻ എവിടം വരെ എത്തി? ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജനറൽ ഹോസ്പിറ്റലിൽ 1 കൊല്ലം ഇന്റേൺഷിപ്പ് ചെയ്തു. അവിടെ നിന്നാണ് നമുക്ക് മാക്സിമം ക്ലിനിക്കൽ സ്കില്ലൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹൗസ് സർജൻസി ചെയ്തപ്പോൾ അതെ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എന്താണ്, അവിടെ നമുക്ക് PGs ഇല്ലായിരുന്നു. കാരണം നമ്മൾ കൺസൾട്ടൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് കൂടി ആയതുകൊണ്ട് അത്രയും പേഷ്യൻസ് ലോഡ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പേഷ്യൻസിനെ കാണാനും, ഇപ്പോൾ സർജറി ഒക്കെ ആണെങ്കിൽ മാക്സിമം സർജറി കാണാനും, ഓർത്തോ ആണെങ്കിൽ നമുക്ക് കുറേ പ്ലാസ്റ്റർ ഇടാനാണെങ്കിലും അങ്ങനത്തെ നമുക്ക് സ്കില്ല് കിട്ടി. അത് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്താക്കിയത്. അവിടെ നിന്ന് കഴിഞ്ഞ പാടെ തന്നെ ഞാൻ വടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവിടെയും ഞാൻ കാഷ്വാലിറ്റി കുറേ കാലം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ കുവൈലിയിലുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് കുറേ കൺസൾട്ടൻ്റായിട്ടൊരു കണക്ഷൻസൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, അവിടെ തന്നെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞു. അത് സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ട് 24 hours ക്ലിനിക്കായിരുന്നു. ഇപ്പോൾ എത്ര ക്ലിനിക്ക് ഉണ്ട് സ്വന്തമായി? ഇപ്പോൾ സ്വന്തമായിട്ട് എനിക്കൊരു 3 ക്ലിനിക്ക് ഉണ്ട്. ഇപ്പോൾ സ്വന്തമായി ഒരു 3 ക്ലിനിക്ക് ഉണ്ട്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഇന്ദിരാഗാന്ധിയിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആറുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അബ്രോഡ് എവിടെയാണ് പഠിച്ചത്? ഞാൻ അബ്രോഡ് ഉക്രൈനിലാണ് പഠിച്ചത്. ഞാൻ 2013 ബാച്ചായിരുന്നു. നമ്മുടെ ഡൽഹി ഒരു ഏജൻസി ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ പോയത്. ആ സമയത്ത് ഏജൻസികളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ പോയത് 2013. അപ്പോൾ അതിന് എന്തൊക്കെ ആയിരുന്നു ക്വാളിഫിക്കേഷൻസ് വേണ്ടത് പോകാനായിട്ട്? ആ സമയത്ത് നമ്മളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 60% ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ. അന്ന് ഈ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതിനുശേഷമാണ് നീറ്റ് എൻട്രൻസ് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ അബ്രോഡ് പോയി പഠിക്കാനുള്ളൊരു ഒരു ചാൻസ്, അങ്ങനെ റൂൾസ് ഒക്കെ പിന്നീടാണ് വന്നത്. അപ്പൊ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അതുപോലെ കമ്പൽസറി ഇന്റേൺഷിപ്പും അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് സ്റ്റൈപ്പൻഡ് ഒന്നുമില്ല, കാരണം ഡോക്ടർ പറഞ്ഞിരുന്ന പോലെ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് 25,000 അങ്ങോട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അത് കൊടുക്കണ്ട. പക്ഷേ നമ്മളിപ്പോൾ 25 കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. കാരണം ഗവൺമെൻറ്റിൽ ഇത്രയും ഒരു എക്സ്പോഷർ കിട്ടുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ സബിനോട് ചോദിക്കാനുള്ളത്, ശരിക്കും സബിൻ്റെ ഫുൾ ജേർണി കേട്ടാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. സബിൻ ഇത്ര ഷോർട്ട് ടൈം കൊണ്ട് എന്തൊക്കെ അച്ചീവ് ചെയ്തു. സബിൻ സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് അല്ലേ? ഞാൻ എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പഠിച്ച് ഇന്ന് സ്വന്തമായി വീട് പണിത് കല്യാണം നടത്തി 3 ക്ലിനിക്ക് ഓൺ ചെയ്ത് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നു. അത്ര അവൻ പറഞ്ഞിട്ടില്ല. അത്രയും അവൻ അച്ചീവ് ചെയ്തത് അവൻ്റെ ഒരു സക്സസ്ഫുൾ ജേർണി തന്നെയാണ്. അത് ഞങ്ങളെപ്പോലുള്ളവർക്കും
ഇത് കാണുന്ന കുറേ പേർക്കും ഇൻസ്പിറേഷനാണ്. അപ്പം ഈ ഒരു ജേർണിയിൽ, ഈ ത്രൂ ഔട്ട് ജേർണിയിൽ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഫേസ് ചെയ്യേണ്ടി വന്നത്? പുറത്ത് പോയി പഠിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അതെ അതെ, നമുക്ക് പുറത്ത് പോയി പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമുക്കൊരു ലാംഗ്വേജ്, നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് കേട്ട് ശീലമുള്ള ഒരു ഇംഗ്ലീഷ് അല്ല അത്. അത് 1-2 month ഒക്കെ എടുത്തു എനിക്കൊന്ന് അതൊന്ന് എന്താണ് മനസ്സിലായി തുടങ്ങി. ആ ഒരു പറ്റും. പിന്നെ നമ്മൾ ആ ഒരു സ്ലാങ് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അവിടെ ഒരു 1.5 year നമുക്ക് റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉക്രൈനിലാണെങ്കിലും അവർ റഷ്യൻ ലാംഗ്വേജാണ് പഠിപ്പിച്ചത്. അതാണ് ഓൾമോസ്റ്റ് പുറത്ത് എല്ലാ ഷോപ്പുകളിലൊക്കെ സംസാരിക്കുന്നത്. പേഷ്യൻറ്റിനോട് സംസാരിക്കാനൊക്കെ അത് നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് നമ്മളായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ. പഠിക്കുന്നതെല്ലാം നമ്മൾ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിൽ തന്നെയാണ് എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നതും എക്സാംസും എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കുക. അതെ, സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കൊണ്ടുപോയി. ഫിസിയോളജിയിലാണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും നമ്മൾ നാട്ടിലത്തെ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചാണ് അവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മാഡം ആണെങ്കിലും അവർക്കും യൂസ്ഡ് ആണ് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ. ഓക്കെ, അപ്പം പുറത്ത് പോയി പഠിക്കുന്നത് കൊണ്ട്, പഠിച്ചു വന്നിട്ടുള്ളത് കൊണ്ട് എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, മെഡിക്കൽ ലൈഫ്? അതായത് പഠിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ലൈഫ് അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവിടുത്തെ ഫുൾ ടോട്ടൽ ഒരു ലൈഫ് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു? എൻ്റെ ലൈഫിൽ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ പുറത്ത് പോയി പഠിച്ചത്. എല്ലാവരും സംബന്ധിച്ചും കോളേജ് ലൈഫ് എന്ന് പറയുന്നതായിരിക്കും അല്ലേ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ലൈഫ്. അതൊന്ന് അബ്രോഡ് പോയി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതായിരുന്നു. കാരണം ഒന്നാമത് പറഞ്ഞാൽ നമ്മൾ ആ സമയത്തൊക്കെ മലയാളീസ് കുറച്ചല്ലെങ്കിൽ നമ്മളൊരു 7-8 മലയാളികളായിരുന്നുള്ളൂ. എന്നാൽ പോലും നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു അവിടെ. നമ്മൾ ജീവിച്ചതാണെങ്കിലും പഠിച്ചതാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ആ ഒരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഡോക്ടർ സബിൻ വന്നിട്ട് ലോൺ എടുത്താണ് ഈ ഒരു MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അതും അബ്രോഡ് പോയിട്ട്. ഇപ്പം ഇത്രയും നാൾ കഴിയുമ്പം ആ ലോണെല്ലാം റീപേ ചെയ്ത് 3 ക്ലിനിക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പം എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത്. കാരണം ബ്ലെസ്ഡും കൂടിയാണ്. ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ ചുറ്റുപാടുള്ള നെയ്ബേഴ്സ് അല്ലെങ്കിൽ പണ്ട് തള്ളിക്കളഞ്ഞ ടീച്ചേഴ്സ്, മൈൻഡ് ആക്കാത്ത ടീച്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ ഇപ്പൊ കാണുമ്പോൾ എങ്ങനെയാണ്? അതിൽ കുറെ ടീച്ചേഴ്സ് ഒക്കെ എൻ്റെ പേഷ്യൻ്റ് ആയിട്ട് തന്നെ എനിക്ക് എൻ്റെ ക്ലിനിക്കിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പം ഭയങ്കര പ്രൗഡാണ് അവർ മുന്നിലിരിക്കുമ്പോൾ. അതുമാത്രമല്ല, നമുക്കിതിൽ ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടും കൂടുതൽ സ്ട്രഗിൾ ആയത് വീട്ടുകാർക്കൊക്കെയാണ്. കാരണം ആ സമയത്ത് മെഡിസിനൊക്കെ പുറത്ത് പോയി പഠിക്കുന്നതൊക്കെ കുറവാണ്. അപ്പോൾ ആൾക്കാരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആവില്ല. അപ്പോൾ എന്താ, നമ്മളൊരു ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലേ പോലും നമ്മൾ വീട്ടിലെ അമ്മമാരോടൊക്കെ പറയും പുറത്ത് പോയി പഠിച്ചിട്ട് കാശ് കളഞ്ഞു, പുറത്ത് പോയി പഠിച്ചിട്ട് എന്ത് കാര്യം, നാട്ടിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിത് വീട്ടിൽ നിന്നാണെങ്കിലും നമ്മളോട് അമ്മ ഇങ്ങനെ കാര്യങ്ങൾ പറയും, ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെസ്ഡാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ലോണൊക്കെ എടുത്ത് പോയത് കൊണ്ട് നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. കാരണം നമുക്ക് എന്താ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ലോൺ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ മാക്സിമം ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ ഞാൻ പഠിക്കുകയും ചെയ്തു. അതാണ് ആ പോയിന്റ്. നമ്മൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുകയും വേണം, അതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ. അതെ, ഞാൻ നാട്ടിൽ അത്ര പഠിച്ചില്ലെങ്കിലും അവിടെ പോയിട്ട് ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ ഡെയിലി എല്ലാ ദിവസവും ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്റ്റഡി പാർട്ട്ണറാക്കി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അവരാണ് കുറേയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതെ, നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ ആ ഒരു നല്ലൊരു കൂട്ടുകെട്ടിൻ്റെയും കൂടിയും ഗുണം കൊണ്ടാണ് എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ഗുണമല്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരൊക്കെ പഠിപ്പിച്ച് തന്നതൊക്കെ കൊണ്ടാണ് നമ്മളൊരു ഇങ്ങനെ ക്ലിയറായി വന്നത്. അപ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെ വേണം. കാരണം നമ്മൾ +2 ഒക്കെ പഠിക്കുമ്പോൾ നമ്മളധികം കുറച്ച് കളിച്ച് നടക്കുക, ആ ഒരു മൈൻഡാണ് ഉണ്ടാവുക. അപ്പോഴേ നമ്മൾ കുടുംബം നോക്കണം, അല്ലെങ്കിൽ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നുന്നത്. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മാറി തുടങ്ങും. ഡോക്ടർ സബിൻലാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ലോണൊക്കെ എടുത്ത് അബ്രോഡ് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് റിസ്ക് അല്ലേ അന്ന് എടുത്തത്. അപ്പോൾ ഫാമിലി എങ്ങനെയായിരുന്നു അതിന് തന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ലോൺ വന്നിട്ട് സ്വന്തമായി തിരിച്ചടക്കുകയാണോ, എങ്ങനെയാണ് ചെയ്തത്? അതൊന്ന് പഠിച്ചതിനൊപ്പം എങ്ങനെയാണ് അത് റീപേ ചെയ്തത്? ഫാമിലിയുടെ സപ്പോർട്ട് നല്ലതായിരുന്നു. കാരണം അച്ഛനാണെങ്കിലും പഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് പറ്റാമെന്ന് ഞാൻ ചെയ്യാം, നീ പഠിച്ചോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ അമ്മയാണെങ്കിലും വേറെ പ്രത്യേകിച്ച് പഠിക്കേണ്ട അങ്ങനെയല്ല, പഠിച്ചോ എന്ന് തന്നെ എല്ലാവരും ഫാമിലി മക്കൾ പഠിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഇതിലാണ് അവരെല്ലാം വിശ്വസിച്ചത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ആധാരം നമ്മൾ ബാങ്കിൽ വെച്ചിട്ടാണ് ലോൺ എടുക്കേണ്ടത്. ആ സമയത്ത് 14% ആയിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ആധാരം ബാങ്കിൽ വെച്ചു, നമ്മൾ ലോണ് കാര്യങ്ങൾ ഫെഡറൽ ബാങ്കിൽ വെച്ചു, അപ്ലൈ ചെയ്തു. പിന്നെ അപ്പോൾ നമുക്ക് അവരൊരു പേയ്മെൻറ്റ് തന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് അവിടെ നിന്ന് അങ്ങനെ അടച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ ലോൺ എടുത്താണ് അബ്രോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചത്. നമ്മൾ 6 കൊല്ലത്തെ കോഴ്സും നമ്മൾ കഴിഞ്ഞത് ലോൺ എടുത്തിട്ടാണ്. പക്ഷേ നമ്മൾ അടയ്ക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞ് നാട്ടിൽ വന്ന്
ഫസ്റ്റ് ഇയറിനുള്ളിൽ നമ്മൾ അടച്ചു തുടങ്ങണം. അതെങ്ങനെയാണ് അടച്ചത്? ഞാൻ കുറേ ക്ലിനിക്കുകളിലൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇറങ്ങിയ പാട് ഡ്യൂട്ടി കിട്ടണമെന്നില്ല, കാരണം എല്ലാവരും എക്സ്പീരിയൻസ് ഡോക്ടർ ഉണ്ടോ നമ്മൾ ചോദിക്കുക. അപ്പോൾ ഞാൻ എല്ലാ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലും ഈ വേറെ ഡോക്ടർമാർ ലീവുള്ള സമയത്താണ് ഞാൻ അവിടെ പോയിട്ട് അവർക്കുള്ള ലീവ് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലീവ് കവർ ചെയ്ത് കൊടുത്താണ് എനിക്ക് ഓൾമോസ്റ്റ് കണ്ണൂർ എല്ലാ ഹോസ്പിറ്റൽസിലും എനിക്ക് കോൺടാക്ട്സ് ആയി. അതുപോലെ തലശ്ശേരി ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും എനിക്ക് കോൺടാക്ട്സ് ആയി, വടകര, അങ്ങനെ അവിടെയുള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സായിട്ടും അവരുടെ കുറേ കോൺടാക്ട്സ് വന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് കോൺടാക്ട്സ് വരാൻ കാരണം തന്നെ ആ ഓരോ ഡോക്ടറുടെ ലീവുള്ള ദിവസം ഞാൻ അവിടെ പോകും, ആ ഡ്യൂട്ടി കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവൾ നമുക്ക് ഡെയിലി വേജസ് പോലെ ഒരു പേയ്മെൻറ്റ് തരും. അതൊക്കെ വെച്ചാണ് ഞാൻ ഇനീഷ്യലി ലോൺ അടച്ചു തുടങ്ങിയത്. ഇങ്ങനെ എനിക്കൊരു നല്ല കോൺടാക്റ്റ് വന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ഓഫർ കിട്ടിയത്, പിന്നെ കാർഡിയോളജിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3 years 4 years ആയിട്ട് അതിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പേയും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അങ്ങനെ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടാണ് പല ഡോക്ടേഴ്സിന്റെ സീക്രട്ട് ആയിട്ടുള്ള കുറേ മരുന്നുകളും കാര്യങ്ങളും എല്ലാം പരിചയപ്പെട്ടു. നമ്മളൊരു കാഷ്വാലിറ്റി, വലിയൊരു ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുമ്പം ആ കാഷ്വാലിറ്റിയിൽ നമുക്കറിയാം അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, സർജൻ ഉണ്ടാവും. പക്ഷേ ഈ എല്ലാ കേസും കാഷ്വാലിറ്റിയിൽ എമർജൻസി ആയിട്ട് നമ്മുടെ കയ്യിലാണ് വരിക, നമ്മൾ കണ്ടിട്ടേ അവർ കാണുള്ളൂ. അപ്പം ഇനീഷ്യലി നമ്മളാണ് ഇതെല്ലാം അസസ് ചെയ്യുക. അപ്പോൾ നൈറ്റാണെങ്കിലും നമുക്ക് അവരുടെ ഓർഡേഴ്സുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ആ ഡോക്ടർ എന്താ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ICUവിൽ റൗണ്ട്സ് എടുക്കാൻ പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ICUവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് ഉണ്ടാവും. മെഡിക്കലി സിക്കായിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടാവും, പിന്നെ കാർഡിയോളജിയുടെ പേഷ്യൻ്റ് ഉണ്ടാവും, സർജറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ഫയലുകളൊക്കെ വായിച്ച് നോക്കും. അത് നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം അതൊക്കെ വായിച്ച് നോക്കാൻ, കാരണം ഇവരെന്താണ് എഴുതുന്നത്, നമുക്ക് എന്തെങ്കിലും അറിയാത്തതാവുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അവരുടെ ഫയലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നോളജുകൾ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ പാടെ തന്നെ ഡയറക്റ്റ് ഒരു ക്ലിനിക്കിലോട്ട് കയറാതെ ഹോസ്പിറ്റൽസിൽ ഒരു 1 year എങ്കിലും വർക്ക് ചെയ്യുക. പിന്നെ PGയുടെ കാര്യമാണെങ്കിലും ഡയറക്റ്റ് PG എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്. അത് ഓരോരുത്തർക്ക് മാറും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 1 year ഒരു കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ബേസിക് കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ PG എടുക്കുമ്പോൾ നമുക്ക് ബേസിക്കുള്ള നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ വന്ന കേസുകൾ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. അതെ. ചൂസ് യുവർ പ്രൊഫഷൻ വൈസ്ലി. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഒരുപാട് എൻക്വയറീസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണുക.